സർവേഷാം നമസ്കാരം. സംസ്കൃത പഠനം സഹസ്രനാമ പഠനം ആരംഭം കുർമഃ. വിഷ്ണുസഹസ്രനാമസ്യ അദ്യ സപ്തത്രിംശത്തമം ശ്ലോകം പഠാമः. സപ്തത്രിംശത്തമം ശ്ലോകം പഠാമः. അശോക താരണ താര ശൂര ശൗരി ജനേശ്വര അനുകൂല ശതാവർത്ത പദ്മീ പദ്മനിഭേക്ഷണ അശോക അശോക. പ്രഥമം ശ്ലോകം പഠാമः. അശോക താരണ അശോക താരണ. അശോക വിസർഗ സകാരം ആയി മാറും. അശോകസ് താരണ അശോകസ്താരണ അശോകസ്താരണ. താര അവിടെയും വിസർഗം സകാരായിട്ട് മാറിയിട്ട് അശോകസ്താരണസ്താര 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 അശോകസ്താരണസ്താര. ശൂര ശൗരി ശൂര അവിടെയും വിസർഗം സകാരായിട്ട് ശകാരാവും, ശീന്നാവും. ശൂരശൗരി ശൂരശൗരി. അവിടെ വിസർഗം എർ എന്നായിട്ട് മാറും. പിന്നെ ജനേശ്വര. അപ്പോൾ ശൂരശൗര്യർ ജനേശ്വര ശൂരശൗര്യർ ജനേശ്വര. ശൂരശൗര്യർ ജനേശ്വര. ശൂരശൗര്യർ ജനേശ്വര. അശോകസ്താരണസ്താര ശൂരശൗര്യർ ജനേശ്വര. അനുകൂല ശതാവർത്ത അവിടെ അതെ അനുകൂല എന്നുള്ള വിസർഗം ശതാവർത്ത എന്നുള്ളതിന് കൂടെ കൂടുമ്പോ ആ ശ എന്നുള്ളത് ഇരട്ടിച്ചു വരികയാണ് ചെയ്യുക. അനുകൂല ശതാവർത്ത അനുകൂല ശതാവർത്ത. അനുകൂല ശതാവർത്ത. പദ്മീ പദ്മനിഭേക്ഷണ പദ്മീ പദ്മനിഭേക്ഷണ പദ്മീ പദ്മനിഭേക്ഷണ. പദ്മീ പദ്മനിഭേക്ഷണ.
അനുകൂലശതാവർത്ത പദ്മീ പദ്മനിഭേക്ഷണ. ഓരോന്നായിട്ട് നോക്കാം. അശോക, ആദ്യത്തത് അശോക എന്നാണ്. അശോക, ശോകം അകറ്റുന്നയാള്. അകറ്റുന്ന എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക നമുക്ക്. ശോകം, ശോകത്തെ അകറ്റുന്നയാൾ. അശോക, ദുഃഖങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കുന്നയാള് എന്നർത്ഥം. ശോകം ദുഃഖം, ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കുന്നയാള്. അശോക, അവിടെ അകാരാന്തായിട്ടുള്ള രൂപമാണ്. അശോകായ എന്ന് വരും. അപ്പോൾ അശോകായ നമ. അടുത്തത് അശോക കഴിഞ്ഞിട്ട് അടുത്തത് താരണ എന്നാണ്. താരണ, തരണം എന്നുള്ളത് തന്നെയാണ് താരണം. തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടക്കുക. സാധാരണ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടക്കുക എന്നാണ് അർത്ഥം. അത് താരണം ചെയ്യുക എന്നായാൽ, തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ തരണം ചെയ്തു. തരണം ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടക്കുക എന്നൊക്കെ അർത്ഥമാണ്. മറ്റേത് കടത്തുക എന്നുള്ള അർത്ഥം. കടത്തുന്നയാൾ, കടത്തുകാരൻ. അതായത് ഈ കടത്തുകാരൻ എന്താണ് ചെയ്യുക? പിന്നെ സമുദ്രത്തിൽ നിന്ന്, സമുദ്രം അല്ലെങ്കിൽ പുഴ, അവിടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തിക്കുക. മറ്റേ കരയിൽ എത്തിക്കുന്നയാൾ എന്നർത്ഥം. ഒരു കരയിൽ നിന്ന് എന്ന് പറയുന്നില്ല, മറുകരയിലേക്ക് എത്തിക്കുന്നയാള്. അതാണ് തരണം എന്നായാൽ മറുകരയിലേക്ക് സഞ്ചരിക്കുന്നയാളെന്നായി. താരണം എന്നാകുമ്പോൾ മറുകരയിലേക്ക് എത്തിക്കുന്നയാളെന്നായി. ഇപ്പൊ സാധാരണ ഈ വഞ്ചിയുടെ വിഷയത്തിലൊക്കെയാണ് അങ്ങനെ പറയാറ്. ഈ മുമ്പൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ശ്രീരാമചന്ദ്രൻ ആ വനവാസത്തിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ പോകുന്ന വഴിക്ക് ഗംഗാ നദി കടക്കണം. അപ്പോ ഗംഗയുടെ തീരത്ത് അതുവരെ ജനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതല്ല വിഷയം. അപ്പൊ അവിടെ നിന്ന് ഗുഹൻ ഒരു വഞ്ചി കൊണ്ടുവന്നു. ആ വഞ്ചിയിലാണ് അവരെ അക്കരയ്ക്ക് എത്തിക്കുന്നത്. ഗുഹേന ആനീതയാനാവ സന്തതാരജ ജാഹ്നവീം. അപ്പൊ അവിടെ അങ്ങനെ അക്കരയ്ക്ക് എത്തിച്ച സമയത്ത് പിന്നെ ശ്രീരാമചന്ദ്രൻ ആ ഗുഹനോട് പറഞ്ഞു, ഞാൻ ഇതിന് ഇങ്ങനെ എത്തിച്ചതിനൊരു കൂലി ആയിട്ട് തരണ്ടേ എന്ന് ചോദിച്ച സമയത്ത്, കഥയാണ്, കൃത്യമാണോ എന്നറിയില്ല, ഒരു കൂലി കൊടുക്കാൻ നോക്കിയ സമയത്ത് ഗുഹന്റെ ഒരു മറുപടി ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരേ ജോലി ചെയ്യുന്നവർ തമ്മിൽ കൂലി വാങ്ങേണ്ട കാര്യമില്ല എന്ന്. അതിന്റെ ഉദ്ദേശം, ഞാൻ ഈ കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് എത്തിക്കുന്നു, അങ്ങാണെങ്കിൽ ആ സംസാര സാഗരത്തിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്നു. രണ്ടാളും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ് എന്നുള്ള ഉദ്ദേശം. ഒരേ ജോലി ചെയ്യുന്നവർ തമ്മിൽ കൂലി വാങ്ങേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നൊരു കഥ. ഏതായാലും ഞാൻ ഇതിനെ ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു, ഒരു കഥ ഓർമ്മിച്ചപ്പോ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും താരണ, മറുകരയിലേക്ക് കൊണ്ടുപോകുന്നയാൾ. അപ്പൊ താരണ അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. താരണായ എന്ന് വരും. അപ്പോ താരണായ നമ, അശോകായ നമ, താരണായ നമ. അടുത്തത് താര. ഈ താര എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഈ തരണം ചെയ്യുക എന്നുള്ളത് പോലെയല്ല, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ രക്ഷിക്കുകയാണ് ശരിക്കും. രക്ഷിക്കുന്നയാൾ എന്നൊരർത്ഥത്തിലാണ് താര എന്നുള്ള ഒരു പദം വരിക. താര, രക്ഷിക്കുന്നയാൾ, രക്ഷകൻ ആണ്. അപ്പൊ അവിടെയും താര എന്നുള്ളത് അകാരാന്താണ്.
അവിടെ താരായ എന്ന് വരും. താരായ നമ, അശോകായ നമ, താരണായ നമ, താരായ നമ. അടുത്തത് ശൂര എന്നാണ്. അശോകസ്താരണസ്താര ശൂര. ശൂരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. ശൂരനായിട്ടുള്ള ആള് എന്നുള്ള അർത്ഥം തന്നെ. ശൂരത്വമുള്ളയാള്, സമർത്ഥനായിട്ടുള്ള ആള് എന്നൊക്കെ അർത്ഥമാണ് ശൂര. അപ്പൊ അത് ശൂര എന്നുള്ളത് അകാരാന്താണ്. അപ്പൊ ശൂരായ നമ, അശോകായ നമ, താരണായ നമ, താരായ നമ, ശൂരായ നമ. അശോകസ്താരണസ്താര ശൂര, ശൗരി. അടുത്തത് ശൗരി എന്നാണ്. ശൗരി. ശൗരി എന്ന് പറയുന്ന വാക്ക് ഇകാരാന്താണ്. അപ്പോ ഇകാരാന്തായത് കൊണ്ട് കവയെ എന്നൊക്കെ പറയുന്ന പോലെ ശൗരയേ എന്നാണ് നാമം വരിക. അപ്പൊ ഇത് പിന്നെ ശൗരിമാരുണ്ട്. അങ്ങനെയുള്ള ശൂരൻ എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ വംശത്തിൽ പിറന്ന ആള് എന്നുള്ള അർത്ഥത്തില് ഈ യാദവ വംശത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പേരാണ് ശൗരി എന്ന്. ആ യാദവന്മാരിലുള്ള ഈ വാസുദേവൻ അങ്ങനെയുള്ള വീരന്മാരുടെയൊക്കെ മകനായിട്ട് വരുന്ന ആളാണ്. അതായത് ഈ ശൂരന്മാരിൽപ്പെട്ട ഒരാളുടെ മകൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം, ശൂരന്റെ മകൻ. അപ്പൊ അത് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം. ഈ ശ്രീകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടും പറയാം. ഇനി ശ്രീരാമനായാലും ഈ പറഞ്ഞ പോലെയാണ്. ഈ പിന്നെ ദശരഥൻ വളരെ പേര് കേട്ട ശൂരനായിട്ടുള്ള ആള് തന്നെയാണ്. ആ ശൂരന്റെ മകനോ അല്ലെങ്കിൽ മകന്റെ മകനോ എങ്ങനെയായാലും ശരി, ആ വംശത്തിൽപ്പെട്ട ഒക്കെ ശൂരന്മാര് തന്നെയാണ്. ദശരഥന്റെ മകനാണ് ശ്രീരാമൻ. ശ്രീകൃഷ്ണന്റേതായാലും ശരി, പിന്നെ അവരും ഇതേപോലെ തന്നെ യാദവന്മാരും വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള. പിന്നെ അത് മാത്രമല്ല, യാദവന്മാരിൽ വേറൊരു വിഷയമുണ്ട്. ശൂരൻ എന്ന് പേരായിട്ടുള്ള ആളുടെ വംശത്തില് പറഞ്ഞയാള് എന്നുള്ള അർത്ഥം കൂടി ആവാം. ഈ വസുദേവര്, ആ വസുദേവരുടെ അച്ഛന്റെ അങ്ങനെ ഒരു അർത്ഥത്തില് വസുദേവന്റെ അച്ഛനാണോ അച്ഛൻ്റെ അച്ഛനാണോന്ന് അറിയില്ല. അങ്ങനെ ഒരു ശൂരൻ എന്നു പേരുള്ള ഒരാള് ഉണ്ട്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള ആള്. എങ്ങനെയും ശൗരി എന്ന പേര് പറയാം. ശൗരയേ നമ, അശോകായ നമ, താരണായ നമ, താരായ നമ, ശൂരായ നമ, ശൗരയേ നമ. ശൗരി. അടുത്തത് ജനേശ്വര. ജനേശ്വരൻ എന്ന് പറഞ്ഞാൽ വാക്കിന് നമുക്ക് അറിയുന്ന അർത്ഥം തന്നെ ജനങ്ങളുടെ ഈശ്വരൻ, ജനങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ള ആള്, ജനങ്ങൾക്ക് നാഥനായിട്ടുള്ള ആള്, ജനങ്ങളുടെ നാഥൻ എന്നൊക്കെ അർത്ഥം. ജനങ്ങളുടെ ഈശ്വരൻ, ഈശത്വം, പ്രഭുത്വം. അപ്പൊ ജനേശ്വര അകാരാന്താണ്. ജനേശ്വരായ നമ എന്ന് വരും. ശൗരി, അശോകായ നമ, താരണായ നമ, താരായ നമ, ശൂര ആയ നമ, ശൗരയേ നമ, ജനേശ്വരായ നമ. അടുത്തത് അനുകൂല. അനുകൂല അതും അകാരാന്താണ്. അനുകൂലായ നമ എന്ന് കിട്ടും. ഈ അനുകൂല എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചാല്, കൂലം എന്ന് പറഞ്ഞാൽ ഈ കര എന്നുള്ളൊരർത്ഥം വരും. കൂലം കരയാണ്. അപ്പോ ഒരു പുഴയെ സംബന്ധിച്ച്, ഒരു ജലാശയത്തെ സംബന്ധിച്ച് കൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ കര എന്ന് പറഞ്ഞാല് ആ ജലാശയത്തിന്റെ അതിർത്തിയായി, ആ അതിർത്തിയുടെ ഉള്ളിൽ ആയിട്ട് ഇരിക്കുന്നതാണ് ആ ജലാശയം. അനുകൂല, കൂലത്തിനോട് ചേർന്ന് അനു ആയിട്ട്. അപ്പോ അങ്ങനെ ഒരർത്ഥം. അപ്പൊ പരിധിയുടെ ഉള്ളിൽ ഇരിക്കുന്നയാൾ എന്നൊരർത്ഥമാണ് അനുകൂല എന്നുള്ള വാക്കിന്. പരിധിയുടെ ഉള്ളിൽ ഇരിക്കുന്നയാൾ, അവനവനൊരു പരിധി സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോവാത്തയാൾ എന്നൊരർത്ഥം. അനുകൂലായ നമ. അടുത്തത് ശതാവർത്ത. ശതാവർത്ത, ശത ആവർത്ത, ആവർത്തം. അത് പലതരത്തില്
ആ അർത്ഥം എടുക്കാം. ശത ആവർത്തം, അതായത് ആവർത്തനം ചെയ്ത് വന്നിട്ടുള്ള എന്നൊരർത്ഥം. ശതം 100 ആണ്. അങ്ങനെ പല കാര്യത്തിന് വേണ്ടിയിട്ട് പല പല അവസരങ്ങളിൽ ആവർത്തിച്ച് ഉണ്ടായയാൾ, അതായത് അവതാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പല പല അവതാരങ്ങളെ, നിരവധി അവതാരങ്ങൾ ചെയ്തയാണ്. പിന്നെ വേറൊരു ഈ ആവർത്തം എന്നുള്ളതിന് ഈ കുമിള എന്നൊരർത്ഥമുണ്ട്. കുമിള, അപ്പൊ കുമിളകൾ പോലെ അങ്ങനെ നിറഞ്ഞു ഒഴുകുന്നയാൾ. കുമിള എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ജലത്തിൽ ഉണ്ടാകുന്ന, അതിനെയും കവിഞ്ഞ് വരുന്ന ഒന്നാണ് കുമിള. അപ്പൊ കവിഞ്ഞ് വരുന്നയാൾ, നിറഞ്ഞൊഴുകുന്ന ആള് എന്നൊക്കെ അർത്ഥം. ശതാവർത്ത. പിന്നെ ധാരാളം ഈ ആവർത്തം എന്നൊക്കെ പറയുന്നതിന് വേറെ ഒരു അർത്ഥം കുഴികള്, അല്ല ചക്രങ്ങൾ എന്നൊരർത്ഥം. ചക്രം, കുഴികളല്ല, ചക്രങ്ങൾ എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെയൊക്കെ, എല്ലാ ജീവജാലങ്ങളുടെയും ഗ്രഹങ്ങളുടെ ഒക്കെ ചക്രങ്ങളുണ്ടല്ലോ. ആ നക്ഷത്രങ്ങളെ മുതലായ ഇതൊക്കെ ആവുന്നതായിട്ടുള്ള സംസാരചക്രം. ആ സംസാരചക്രത്തെ പരിപാലിക്കുക, അത് കൈകാര്യം ചെയ്യുക ഒക്കെ ചെയ്യുന്നയാള്. അങ്ങനെ ഒരർത്ഥവും ഇതിനുണ്ട്, ആവർത്തം. ഈ ചക്രം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണല്ലോ, ആവർത്തിച്ച് ഇങ്ങനെ വരികയാണല്ലോ ചക്രം. ഒന്ന് ഇവിടെ ഉള്ളത് ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ തന്നെ ആവർത്തിക്കും, അങ്ങനെ വരുന്നതാണ് ചക്രം എന്നുള്ളത്. അപ്പൊ അത് ആവർത്തിച്ച് വരുന്നതായത് കൊണ്ട് അങ്ങനെയും ഒരു പേര് പറയാം, ആ സംസാര ചക്രം എന്ന് പറയണം. അതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നയാള് എന്നുള്ള അർത്ഥം. ശതാവർത്ത. അപ്പൊ അനുകൂലായ നമ, ശതാവർത്തായ നമ. പിന്നെ അടുത്തത് പദ്മി. പദ്മി, അതായത് പദ്മി എന്നുള്ളതിന് വേറെ കൂടുതൽ അർത്ഥം പറയാനില്ല. പദ്മം എന്ന് പറഞ്ഞാൽ താമര, ആ താമര ഉള്ളയാള്, അതാണ് പദ്മി. അപ്പൊ താമരയെ കയ്യില് പിടിച്ചയാള്, താമര കയ്യിലുള്ളയാള് എന്നൊക്കെ അർത്ഥം. പദ്മിനേ നമ. അടുത്തത് പത്നി. പത്നി എന്നുള്ളത് പിന്നെ നകാരാന്താണ്. പദ്മി, കരി, കരിണവും കരിണ എന്നൊക്കെ പറയുന്ന പോലെ പദ്മി, പത്മിനവും പത്മിന. അപ്പൊ നകാരാന്താണ്. പദ്മിനേ നമ എന്ന് വരും. പത്മിനേ നമ, പത്മിനേ നമ, പദ്മിനേ നമ. അടുത്തത് പദ്മനിഭേക്ഷണ. പത്മനിഭേക്ഷണ. പത്മ, പദ്മ, പദ്മ നിഭ. നിഭം എന്ന് പറഞ്ഞാല് പത്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, താമര. നിഭം എന്ന് പറഞ്ഞാൽ ശോഭ എന്നൊക്കെ അർത്ഥത്തിൽ പറയാറുണ്ട്. ശോഭ, പത്മത്തിന്റെ നിഭ. നിഭ എന്ന് പറഞ്ഞാൽ പത്മത്തിന്റെ ശോഭ. അങ്ങനെയുള്ള ഈക്ഷണം, കണ്ണ്, പത്മത്തിന്റെ ശോഭയോടുകൂടിയ ഈക്ഷണത്തോടു കൂടിയാണ്. പത്മത്തിന് സമാനമായ ഈക്ഷണത്തോടു കൂടിയാണ്. പത്മത്തിന് തുല്യമായ കണ്ണുകളോട് കൂടിയാണ്. പത്മത്തിന്റെ അതേ ശോഭയിലുള്ള കണ്ണുകളോട് കൂടിയാണ്. പത്മ സമാനമായിട്ടുള്ള കണ്ണുകളോട് കൂടിയാണ് എന്നുള്ള അർത്ഥമാണ് പത്മനിഭേക്ഷണ. അതും അകാരാന്താണ്. പത്മനിഭേക്ഷണായ എന്ന് കിട്ടും. പത്മനിഭേക്ഷണായ നമ. അപ്പോ അവിടെ രൂപങ്ങൾ അശോകായ നമ, താരണായ നമ, താരായ നമ, ശൂരായ നമ, ശൗരയേ നമ, ജനേശ്വരായ നമ, അനുകൂലായ നമ, ശതാവർത്തായ നമ, പദ്മിനേ നമ, പത്മനിഭേക്ഷണായ നമ. അങ്ങനെയാണ് വരിക. അശോകസ്താരണസ്താരശൂരശൗര്യർജനേശ്വര. അനുകൂലശതാവർത്ത പദ്മീ പത്മനിഭേക്ഷണ. അശോകസ്താരണസ്താരശൂരശൗര്യർജനേശ്വര അനുകൂലശതാവർത്ത
പത്മീ പത്മനിഭേക്ഷണ. അനന്തരം 38 ശ്ലോകം പഠാമഹ. 38 ശ്ലോകം പഠാമഹ. പദ്മനാഭ അരവിന്ദാക്ഷ പദ്മഗർഭ ശരീരഭൃത് മഹർധി ഋദ്ധ വൃദ്ധാത്മാ മഹാക്ഷോ മഹാക്ഷ ഗരുഡധ്വജ ആദ്യം പദ്മനാഭ എന്നാണ്. പദ്മം എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. നാഭ എന്ന് പറഞ്ഞാൽ നാഭിയുള്ളവൻ ആണ് നാഭ. നാഭി ഉള്ളയാളാണ് നാഭ, നാഭൻ. പത്മനാഭ പദ്മനാഭൻ. അപ്പൊ പദ്മം പോലെയുള്ള നാഭി ഉള്ളയാൾ, പത്മം പോലെയുള്ള നാഭിയുള്ളവൻ എന്നർത്ഥം. അങ്ങനെ ഒരർത്ഥം പറയാം. അല്ലെങ്കിൽ വേറൊരർത്ഥം പറയാം, പത്മം നാഭിയിൽ ഉള്ളയാൾ എന്നും പറയാം. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ പത്മം ഉണ്ട്, ആ അർത്ഥത്തിലും പറയാം. പത്മം പോലെ നാഭിയുള്ളയാളെന്നും പറയാം, പത്മം നാഭിയിലുള്ളവൻ എന്നർത്ഥത്തിലും പറയാം. പത്മനാഭ അകാരാന്താണ്. പത്മനാഭായ നമഃ. അടുത്തത് അരവിന്ദാക്ഷ. അരവിന്ദ അക്ഷ. അരവിന്ദം അക്ഷ. അരവിന്ദം എന്ന് പറഞ്ഞാല് ഈ താമര എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയാറുണ്ട്. അക്ഷ കണ്ണ്, താമരക്കണ്ണൻ, താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയ ആളെ. ഈ പിന്നെ കാമദേവന്റെ 5 ബാണങ്ങളിൽ, കാമദേവൻ എന്ന് പറഞ്ഞാൽ പുഷ്പബാണനാണ്. പുഷ്പം ബാണമായിട്ടുള്ള ആളാണ് പിന്നെ കാമദേവൻ. ആ കാമദേവന്റെ 5 ബാണങ്ങളിൽ ഒരു ബാണമാണ് അരവിന്ദം. അരവിന്ദമശോകഞ്ച ചൂതഞ്ച നവമാലിക നീലോത്പലഞ്ചേതി നീലോത്പലേതി പഞ്ചൈതേ പഞ്ചബാണസ്യ സായക. നീലോത്പലഞ്ച പഞ്ചൈതേ പഞ്ചബാണസ്യ സായക. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അരവിന്ദം എന്ന് പറഞ്ഞാല് ഒരു പൂവാണ്. അപ്പൊ അതാണ് അത്. ആ അരവിന്ദ പൂവ് ഈ കാമദേവന്റെ ഒരു ആയുധമായിട്ട് വരുന്നതാണ്. ഏതായാലും അരവിന്ദം എന്നുള്ള വാക്കിന് താമര എന്നൊരർത്ഥമുണ്ട്. അപ്പൊ താമരയുടെ കണ്ണു പോലെയുള്ള ആൾ എന്നുള്ള അർത്ഥത്തില് അരവിന്ദാക്ഷ, താമര കണ്ണുള്ള ആള്. അരവിന്ദാക്ഷ അകാരാന്താണ്. അരവിന്ദാക്ഷായ നമഃ. അപ്പൊ പത്മനാഭായ നമഃ, അരവിന്ദാക്ഷായ നമഃ. അടുത്തത് പദ്മഗർഭ. പദ്മം എന്നുള്ള വാക്ക് നമുക്കറിയുന്ന തന്നെ. ഗർഭ, ഗർഭം. ഗർഭം എന്ന് പറഞ്ഞാല് ആ ഗർഭത്തില് എന്താ, ഗർഭത്തിലാണ് പലതും ഉണ്ടാവുക. അപ്പൊ അവിടെ നിന്ന് ഉണ്ടായയാള് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നയാൾ. അപ്പോ ആ താമരയിൽ ഗർഭമുള്ളയാൾ, താമരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടയാൾ എന്നൊക്കെ, താമരയിൽ ഇരിക്കുന്നയാൾ, താമരയിൽ ഉള്ളയാൾ എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഒരർത്ഥം പറയാം. താമരയിൽ ഉള്ളയാൾ എന്ന അർത്ഥം പറയാം. പിന്നെ താമര ഉണ്ടായത് എവിടെ നിന്നാണോ അത്, ആ ഒരർത്ഥത്തിലും പത്മഗർഭ, പത്മത്തിന് ഗർഭമായിട്ടുള്ളയാൾ എന്നുള്ള അർത്ഥത്തിലും പറയാം പത്മഗർഭ. പത്മം മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് പത്മഗർഭ. അകാരാന്താണ്. പത്മഗർഭായ നമഃ.
അപ്പോ പത്മനാഭായ നമഃ, അരവിന്ദാക്ഷായ നമഃ, പത്മഗർഭായ നമഃ. പിന്നെ ശരീരഭൃത്ത്, ശരീരഭൃത്ത് എന്നൊക്കെ ഉള്ള അർത്ഥം. ശരീരം ഭൃത്ത് എന്നുള്ള അർത്ഥത്തില് ഏതർത്ഥത്തിലാണ്? ഈ ഭരിക്കുന്ന, അതിനെ താങ്ങുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ്. ശരീരത്തെ ധരിക്കുക. പാശഭൃത്ത് എന്ന് പറഞ്ഞാൽ പാശത്തെ കയ്യിൽ ധരിച്ചയാള്. അതേപോലെ ശരീരഭൃത്ത് എന്ന് പറയുമ്പോ ശരീരത്തെ ധരിക്കുന്നയാൾ. ശരീരത്തെ എങ്ങനെ ധരിക്കുന്നു? ഓരോരുത്തരുടെയും, നമ്മുടെയൊക്കെ എല്ലാവരുടെയും ശരീരത്തെ ധരിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. ആ ശരീരത്തെ ഭരിക്കുന്നയാൾ, അത് നമുക്ക് ആ ശരീരത്തെ താങ്ങി നിർത്തുന്നയാൾ, ഭക്ഷണം തന്നിട്ട്, അതുപോലെ ജീവൻ തന്നുകൊണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരുടെയും ശരീരത്തെ സംരക്ഷിക്കുന്നയാൾ എന്നുള്ള അർത്ഥത്തിലാണ് ശരീരഭൃത്ത് എന്നുള്ള പദം. ശരീരം വിഭക്തി, ഇത് ശരീരഭൃത്ത്. ഭൃത്ത് എന്നുള്ളത് തകാരാണ്. എന്താണ്? ഭൃതൗ ഭൃത, ശരീരഭൃത്ത്, ശരീരഭൃതൗ ശരീരഭൃത. അപ്പൊ അതിന്റെ ചതുർത്ഥി വരിക ശരീരഭൃതേ എന്നാണ്. ശരീരഭൃതേ നമഃ എന്ന് വരും. പത്മനാഭായ നമഃ, അരവിന്ദാക്ഷായ നമഃ, പത്മഗർഭായ നമഃ, ശരീരഭൃതേ നമഃ. അടുത്തത് മഹർദ്ധി. മഹർദ്ധി, അത് രണ്ട് പദമുണ്ട്. മഹർദ്ധി എന്ന്, ഈ ശരീരഭൃത്തില് രണ്ട് പദം ഉണ്ട് മനസ്സിലായി. മഹർദ്ധി എന്നുള്ളതിലും രണ്ട് പദം, മഹാ എന്നുള്ള ഒരു പദവും ഋദ്ധി എന്നുള്ള പദവും, രണ്ട് പദങ്ങളാണുള്ളത്. മഹത്തായ, മഹാൻ ആയിട്ടുള്ള ഋദ്ധി, ഋദ്ധിയോട് കൂടിയ ആള്, മഹത്തായിട്ടുള്ള ഋദ്ധിയോട് കൂടിയ ആള്. ഋദ്ധി എന്നുള്ളതിന് അർത്ഥം നമുക്കറിയാം. സം എന്ന് ചേർത്താൽ സമൃദ്ധി ആയാലും നല്ല ഋദ്ധിയാണ് സമൃദ്ധി. അപ്പോ സമ്പത്തോട് കൂടിയ, സമ്പത്ത് എന്നൊക്കെ പറയാം. സമ്പത്ത് ഉള്ളയാൾ ഋദ്ധി. ഋദ്ധി എന്ന് പറഞ്ഞ സമ്പത്താണ്, ഋദ്ധി ഉള്ളയാൾ. അപ്പൊ മഹത്തായിട്ടുള്ള ഋദ്ധി, വലിയ സമ്പത്ത് ഉള്ളയാൾ എന്നുള്ള അർത്ഥത്തിൽ ആണ് മഹർദ്ധി. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ സമ്പത്തായിട്ട് വരും. അതൊക്കെ ആരുടെയാണ്? അങ്ങനെ ഒരർത്ഥത്തിലാണ് മഹർദ്ധി. ഋദ്ധി എന്നുള്ളത് ഋദ്ധയേ എന്നാണ് ചതുർത്ഥി വരിക. കവി, കവയേ എന്ന് പറയുന്ന പോലെ ഋദ്ധി, ഋദ്ധയേ എന്ന് വരും. ഋദ്ധയേ നമ. അപ്പൊ മഹർദ്ധയേ, മഹഋദ്ധി, മഹർദ്ധി, മഹർദ്ധി, അത് മഹർദ്ധി എന്നാവുകയാണ് ചെയ്യുക. മഹർദ്ധയേ നമ. പിന്നെ മഹർദ്ധി, ഋദ്ധ. അടുത്തത് ഋദ്ധ, ഋദ്ധ എന്നുള്ള അർത്ഥം, എന്നുള്ള തരത്തിലാണ് വരിക. ഋദ്ധി, ഋദ്ധ, അത് ഋദ്ധി. ഋദ്ധി ഉള്ളയാളാണ് ഋദ്ധ, അങ്ങനെയും പറയാം. ഋദ്ധിയോട് കൂടിയ ആള്. ഋദ്ധി എന്നുള്ളതിന് പിന്നെ ഈ വളർച്ച എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഋദ്ധിത്വം എന്ന്, ഋദ്ധി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വളർച്ച ഉണ്ടായി എന്നൊരർത്ഥം കൂടി ഉണ്ട്. അപ്പൊ ഋദ്ധി ഉള്ളയാള് ഋദ്ധൻ. അപ്പോ ഋദ്ധ എന്ന് പറയുമ്പോൾ വളർന്നുകൊണ്ടേയിരിക്കുന്നവൻ, ഋദ്ധിയോട് എപ്പോഴും ഋദ്ധി തന്നെയാണ്, അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നവൻ, സമൃദ്ധിയോട് കൂടിയ ആള്. അപ്പോ ഋദ്ധ അകാരാത്താണ്. ഋദ്ധായ നമ. അപ്പൊ അവിടെ നമുക്കൊക്കെ ചിലപ്പോ ഈ മഹർദ്ധി, ഋദ്ധ, അത് എന്റെ ഉച്ചാരണം കൂട്ടിച്ചെല്ലുന്ന സമയത്ത് പലർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ മഹർദ്ധി കഴിഞ്ഞിട്ട് ആ വിസർഗം ര് എന്നായിട്ട് മാറും. മഹർദ്ധിര്, മഹർദ്ധിര് കഴിഞ്ഞിട്ട് പിന്നെ ഋ എന്നും കൂടി കൂടും. അപ്പൊ ര് ഋ എന്ന് വരും. ര്. അപ്പൊ അങ്ങനെ ഉച്ചരിച്ച് ശീലിക്കണം. മഹർദ്ധിർദ്ധോ, ആ ഉച്ചാരണം ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ അത് ര് കൂടിയിട്ട് ര്, അത് ശീലിച്ചു കഴിഞ്ഞാല് ശരിയാവും. അത് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കണം.
അങ്ങനെ ശീലിക്കണം. അപ്പൊ മഹർ ധീരഋദ്ധോ അത്രേ ഉള്ളൂ. മഹർ ധീരൃദ്ധ അത് മഹർ ധീരഋദ്ധോ എന്നാവും. വൃദ്ധായ നമ, പത്മനാഭായ നമ, അരവിന്ദാക്ഷായ നമ, പത്മഗർഭായ നമ, ശരീരഭൃതേ നമ, മഹർദ്ധയേ നമ, വൃദ്ധായ നമ. അടുത്തത് വൃദ്ധാത്മാ, വൃദ്ധമായ ആത്മാവോട് കൂടിയ ആള് വൃദ്ധാത്മാ. വൃദ്ധൻ എന്ന് പറഞ്ഞ ആരാ? അത് നമുക്ക് വൃദ്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സാധാരണ നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന അർത്ഥം ഒരു മനുഷ്യൻ ഏറ്റവും പ്രായമായാലുള്ള അവസ്ഥ വൃദ്ധൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ വയസ്സൻ എന്നുള്ള അർത്ഥത്തിൽ പ്രായമായ ആൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കും. അപ്പോ ശരിക്കും ഈ വൃദ്ധൻ എന്നുള്ള പദം വരാനുള്ള കാരണം വൃദ്ധി വന്നയാൾ ആണ് വൃദ്ധൻ. വൃദ്ധി വന്നയാള് എന്നുള്ള അർത്ഥത്തിലാണ്, വളർച്ച ഉണ്ടായ ആൾ, അതാണ് ആ അർത്ഥത്തിലാണ് വൃദ്ധൻ എന്നുള്ള പദം വന്നിട്ടുള്ളത്. വളർച്ച വന്നയാള് ആരായാലും വൃദ്ധനാണ്. അപ്പോ വൃദ്ധാത്മാ, അങ്ങനെയുള്ള വൃദ്ധമായിരിക്കുന്ന ആത്മാവോടുകൂടിയ ആള്, പൂർണ്ണമായ വളർച്ച വന്ന ആത്മാവോട് കൂടിയ ആള്, വൃദ്ധത്വം വന്ന ആത്മാവ്. അപ്പൊ പൂർണ്ണമായിട്ടും പക്വത വന്ന ആത്മാവോട് കൂടിയ ആള് എന്നൊക്കെ അർത്ഥത്തിൽ പറയാം. ഏതായാലും വൃദ്ധാത്മാ എന്നുള്ളത്, ആത്മാ എന്നുള്ളത് നകാര എന്താണ്? ആത്മാ, ആത്മാനോ, ആത്മാന. അപ്പൊ ആത്മനെ എന്നാണ് ചതുർത്ഥി വരിക. അപ്പൊ വൃദ്ധാത്മനെ എന്ന് വരും. വൃദ്ധാത്മനെ നമ, മഹർദ്ധയേ നമ, വൃദ്ധായ നമ, വൃദ്ധാത്മനെ നമ. അടുത്തത് മഹാക്ഷ, മഹാ അക്ഷ, മഹാക്ഷ. ഈ മഹാക്ഷ എന്നുള്ളതിന് രണ്ട് അർത്ഥത്തില് പറയാൻ പറ്റും. അക്ഷം എന്നുള്ളതിന് കണ്ണ് എന്നൊരർത്ഥമുണ്ട്. അപ്പൊ മഹാ അക്ഷ എന്ന് പറയുമ്പോൾ വലിയ കണ്ണ് ഉള്ളയാൾ എന്നർത്ഥം. വലിയ കണ്ണ് എന്ന് പറഞ്ഞാല് എല്ലാം കാണാൻ പറ്റിയ തരത്തിലുള്ള കണ്ണുള്ളയാള്. ഈ ആനയുടെ കണ്ണ് വളരെ ചെറുതാണെങ്കിലും ആന എല്ലാം കാണുന്നു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ചെറിയ കണ്ണാണെങ്കിലും അതിൻ്റെ കഴിവ് കൊണ്ട് വലിയ കണ്ണായിട്ട് ഉള്ളയാൾ എന്നർത്ഥം. കണ്ണിന്റെ വലിപ്പത്തിനല്ല പ്രാധാന്യം, അതിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പത്തിനാണ് പ്രാധാന്യം. അങ്ങനെ ഒരു അർത്ഥം പറയാം. പിന്നെ ഈ അക്ഷം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അക്ഷം, അക്ഷാംശം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അക്ഷാംശം എന്നൊക്കെ പറയുന്നത് ഈ അച്ചുതണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അച്ചുതണ്ട്, അതാണ് അക്ഷം എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അച്ചുതണ്ട് എന്നൊരർത്ഥം. അപ്പൊ മഹാ അക്ഷം എന്ന് പറയാൻ വലിയ അച്ചുതണ്ട്. അപ്പോ പിന്നെ വലിയതായ എന്ന് പറയുമ്പോൾ അച്ചുതണ്ടിന് വലിപ്പം കൂടുക എന്ന് പറഞ്ഞാൽ ശക്തി കൂടുക ഏതായാലും മതി. മഹത്വം ശക്തിയിൽ മതി. അപ്പൊ വലിയ ശക്തമായിട്ടുള്ള അച്ചുതണ്ടോട് കൂടിയ ആള്. അപ്പൊ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള അച്ചുതണ്ടോട് കൂടിയ ആൾ എന്ന് പറയുമ്പോൾ താങ്ങാൻ കഴിവുള്ള തരത്തിലുള്ള അച്ചുതണ്ടോട് കൂടിയ ആള് മഹാക്ഷ. അക്ഷ, മഹാക്ഷ എന്നുള്ളത് അകാരാന്താണ്. മഹാക്ഷായ എന്ന് വരും. മഹാക്ഷായ നമ. മഹാക്ഷ, വൃദ്ധാത്മാ, മഹാക്ഷോ. അടുത്തത് ഗരുഡധ്വജ. ഗരുഡധ്വജ, ഗരുഡൻ ധ്വജ. ഗരുഡൻ ധ്വജത്തിൽ ഉള്ളയാൾ ഗരുഡധ്വജ. ധ്വജത്തിന്റെ മുകളില് ഗരുഡൻ ഉള്ളയാള്, അതാണ് ഗരുഡധ്വജ. കൊടിയടയാളമായിട്ട് ഗരുഡൻ ഉള്ളയാൾ, കൊടിയില് ഗരുഡൻ ഉള്ളയാൾ ഗരുഡധ്വജ. അകാരാന്താണ് ധ്വജായ എന്ന് പറയും. അപ്പൊ ഗരുഡധ്വജായ നമ എന്ന് രൂപം കിട്ടും. പത്മനാഭ, പത്മനാഭായ നമ, അരവിന്ദാക്ഷായ നമ, പത്മഗർഭായ നമ, ശരീരഭൃതേ നമ, മഹർദ്ധയേ നമ, വൃദ്ധായ നമ, വൃദ്ധാത്മനേ നമ, മഹാക്ഷായ നമ, ഗരുഡധ്വജായ നമ.
നമുക്ക് പഠിക്കാൻ പത്മനാഭ അരവിന്ദാക്ഷ കൂടി വരുമ്പോ പത്മനാഭ എന്നുള്ളത് പത്മനാഭോ എന്നാവും, അരവിന്ദാക്ഷ അവിടെ ആ എന്നുള്ളത് ലോപിച്ച് പത്മനാഭോരവിന്ദാക്ഷ എന്നാവും. അവിടെ ഒരു പ്രശ്ലേഷം ചേർക്കുകയാണ് പതിവ്. പത്മനാഭോരവിന്ദാക്ഷ. 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 പിന്നെ പത്മഗർഭ എന്നും ശരീരഭൃത് എന്നും. അപ്പൊ അവിടെ പത്മഗർഭ വിസർഗം ശകാരത്തിനോട് കൂടി ചേർന്നിട്ട് ശ എന്നാവും. പത്മഗർഭ ശരീരഭൃത്. പത്മഗർഭ ശരീരഭൃൽ. ഭൃൽ എന്ന് ചിലർ ഉച്ചരിക്കും കേരളീയമായ രീതിയിൽ. പക്ഷെ സംസ്കൃതത്തില് ഭൃത്ത് എന്ന് തന്നെയാണ് പറയാം. പത്മഗർഭ ശരീരഭൃത്. പത്മഗർഭ ശരീരഭൃൽ. ഞാൻ രണ്ടും ചൊല്ലുന്നു മാത്രം. പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃൽ. പിന്നെ മഹർധി ഋദ്ധ. അവിടെ ഞാൻ പറഞ്ഞു മഹർധിരുദ്ധ എന്നാവും. മഹർധി വിസർഗം രി എന്നായിട്ട് ഋദ്ധ. മഹർധിരുദ്ധോ. ഋദ്ധ എന്നുള്ളത് ഋദ്ധോ എന്നാവും. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹാക്ഷോ. മഹാക്ഷ എന്നുള്ളത് മഹാക്ഷോ എന്നാവും. മഹാക്ഷോ. പിന്നെ ഗരുഡധ്വജ. മഹാക്ഷോ ഗരുഡധ്വജ. മഹാക്ഷോ ഗരുഡധ്വജ. മഹാക്ഷോ ഗരുഡധ്വജ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹാക്ഷോ ഗരുഡധ്വജ. പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃൽ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹാക്ഷോ ഗരുഡധ്വജ. നമുക്ക് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കാം. ഇന്ന് പഠിച്ച രണ്ട് ഒന്ന് ചൊല്ലി നോക്കാം. അശോകസ്താരണസ്താരശൂരശൗര്യർജനേശ്വര അനുകൂലശതാവർത്ത പദ്മീ പത്മനിഭേക്ഷണ. പദ്മനാഭോരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃൽ. മഹർധിരുദ്ധോ വൃദ്ധാത്മാ. മഹാക്ഷോ ഗരുഡധ്വജ. അപ്പൊ ശരി, തൽക്കാലം